നമസ്കാരം. ഇടക്കാലത്തെ ശാന്തതയ്ക്ക് ശേഷം ഫ്രാൻസ് വീണ്ടും കലുഷിതമാവുകയാണ്. ഇസ്ലാമിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയതോടെയാണ് തലസ്ഥാനത്തടക്കം സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത്. വിദേശ ഇമാമുമാരുടെ പ്രവേശം നിരോധിച്ചതടക്കമുള്ള കടുത്ത നിയമങ്ങൾ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ വിവാദമായി വന്നത്. എന്നാൽ അടിക്കടിയുള്ള ഭീകരാക്രമണങ്ങളും വളർന്നു വരുന്ന ഇസ്ലാമിക മതമൗലികവാദത്തെ നേരിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇമ്മാനുവൽ മാക്രോൺ സർക്കാരിന്റെ പുതിയ നീക്കമെന്നാണ് സർക്കാരിന്റെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഇതോടൊപ്പം രാജ്യത്തിനകത്ത് താമസിക്കുന്ന വിദേശ ഇമാമുമാരെ പുറത്താക്കും. ഇതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പുതിയ നിയമവും ഉണ്ടാക്കി. ഇതോടൊപ്പം ഫോറം ഓഫ് ഇസ്ലാം എന്ന പേരിൽ ഒരു സംഘടനയും രൂപീകരിച്ചിട്ടുണ്ട്. ഫ്രാൻസ് ഒരു മതേതര രാജ്യമാണ്. എന്നാൽ ഈ മതേതരത്തിന് ഫ്രാൻസിന് വലിയ വില നൽകേണ്ടി വന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഫ്രാൻസിലെ ഫോറം ഓഫ് ഇസ്ലാം സംഘടനയിലേക്ക് മതനേതാക്കളെ നിയമിക്കും. മുസ്ലിം സമുദായങ്ങളെ നയിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള മതമൗലികവാദത്തെ വേരോടെ പിഴുതെറിയാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആളുകളുടെ ഉത്തരവാദിത്തം. 1977 ഫ്രാൻസിൽ വന്ന നിയമപ്രകാരം 4 മുസ്ലിം രാജ്യങ്ങൾക്ക് ഇമാമുമാരെ ഫ്രാൻസിലേക്ക് അയക്കാൻ അവസരമുണ്ട്. ഈ ഇമാമുമാർക്ക് രാജ്യത്തിനകത്ത് സാംസ്കാരിക ചുമതലകൾ നൽകിയിരുന്നു. എന്നാൽ ഷാർലി ഹെയ്ദോയുടെ സംവാദവും തുടർന്നുണ്ടായ ഫ്രാൻസിനെ ഇസ്ലാമിനെ കുറിച്ച് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഫ്രഞ്ച് സർക്കാർ അടുത്തിടെ പാസാക്കിയ കുടിയേറ്റ നിയമത്തിനെതിരെ വ്യാപക പ്രതിഷേധം തലസ്ഥാന നഗരമായ പാരീസിലെ ക്ലിച്ചെ സ്ക്വയറിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയിരുന്നു. 400-ലധികം അസോസിയേറ്റുകൾ, യൂണിയനുകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. വർണ്ണവിവേചനം, കൊളോണിയലിസം, ഫാസിസം എന്നിവയിൽ കെട്ടിപ്പടുത്ത ഒരു സമൂഹം ഞങ്ങൾക്ക് വേണ്ട എന്നെഴുതിയ പോസ്റ്റുമായാണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത്. അതിനിടെ പുതിയ കുടിയേറ്റ നിയമത്തിനെതിരെ ഫ്രാൻസിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഫ്രഞ്ച് സർക്കാർ തീവ്ര വലതുപക്ഷ പദ്ധതികൾ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പ്രതിഷേധക്കാർ ആരോപിച്ചത്. ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഫ്രാൻസ് അൺബേഡ് പാർട്ടിയിൽ നിന്നുള്ള MP-മാരായ മൾട്ടി പാനോട്ട്, കാർലോസ് മാർട്ടൻസ്, ഹാർഡിയൻ കൗറ്റ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് സർക്കാർ വലതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷ സർക്കാരാണ് എന്ന ഹാഡ്രിയൻ കൗറ്റ് വിമർശനം ഉയർത്തിയിരുന്നു. കുടിയേറ്റ നിയമം നിലവിൽ വന്നാൽ ഫ്രഞ്ച് പൗരന്മാർക്കും വിദേശീയർക്കും ഒരേ സാമൂഹിക അവകാശങ്ങൾ നൽകാൻ കഴിയില്ല എന്നും വിദേശികൾ അസാധാരണ നിയമ നടപടികൾക്ക് വിധേയരാവുമെന്നാണ് സമരക്കാർ പറയുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.